അഡ്വക്കേറ്റ് അഭിലാഷ് കുമാർ ഇപ്പോൾ 354 ആണ് ചാർജ് ചെയ്തിരിക്കുന്നത് രഞ്ജിത്തിനെതിരെ. ജാമ്യമില്ലാ കുറ്റമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിലവിൽ എന്താണ് പോലീസിന്റെ മുന്നിലെ നടപടിക്രമങ്ങൾ? പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഒഫൻസ് ഇട്ട് അന്വേഷിക്കുക എന്നുള്ളതാണ്. 354 ആകാൻ കാരണം 2009 IPC ആയിരുന്നു. IPC 2009 നിലവിലിടുന്നത് നിർഭയ അമെൻമെന്റിന് മുൻപിലുള്ളത് ആണ് എന്നുള്ളത് കൊണ്ട് 2 വർഷം വരെയാണ് അത് ഒഫൻസ് ആയിട്ടുള്ളത് എന്ന് മാത്രമല്ല അത് ബെയിലബിൾ ആണെന്നാണ് എനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത്. യെസ്, അത് പിന്നീട് നോൺ ബെയിലബിൾ ആക്കിയത് എന്നതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യം കൊടുക്കുന്നതിനകത്ത് നിയമപരമായ ഒരു പ്രശ്നവുമില്ല. ഈ CRPC അമെൻമെന്റ് റെട്രോസ്പെക്റ്റീവായിട്ട് ഇൻഡിവിജ്വൽ ലിബർട്ടിയെ കർട്ടൈൽ ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരുന്നതിനകത്ത് പരിമിതിയുണ്ട്. അപ്പൊ 2 വർഷം വരെയാണ് ശിക്ഷ എന്നുള്ളത് കൊണ്ട് ജാമ്യം കൊടുക്കുന്നതിനകത്ത് നിയമപരമായിട്ടുള്ള പ്രശ്നമില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ശിക്ഷ, ഒരു കുറ്റമായിട്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇതിനെ മുൻകാലങ്ങളിലെ കേസുകളിലൂടെ കണ്ടിരിക്കുന്നത്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ, ഒരു സ്ത്രീയുടെ മാന്യതയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ആക്രമണം നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ, ലൈംഗികമായ ആക്രമണം നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത് കുറ്റകരമാണ്. അപ്പോൾ ആ ഉദ്ദേശശുദ്ധി ഏതുദ്ദേശത്തിലാണോ ഒരു വ്യക്തി വേറൊരു വ്യക്തിയുടെ ശരീരത്തിൽ, സ്ത്രീയുടെ ശരീരത്തിൽ അനുമതിയില്ലാതെ ആക്രമിക്കുക എന്നുള്ളത്, അപ്പൊ എന്താണ് ആ അക്രമം എന്നുള്ളത് 350-ാമത്തെ വകുപ്പിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ കൺസെന്റ് ഇല്ലാതെ ഒരു വ്യക്തിക്ക് പേടിയോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള അനോയൻസ്, ഇഷ്ടക്കേടോ ഉണ്ടാകുന്ന തരത്തിൽ ശരീരത്തിൽ സ്പർശിക്കുകയോ എന്ത് ചെയ്യുകയോ ചെയ്താലും അതെല്ലാം തന്നെ ആ അക്രമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്നതുകൊണ്ട് തന്നെ ഈ ഒഫൻസ് ഇവിടെ വളരെ സ്ക്വയർലി അട്രാക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് നിയമപരമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഏതൊരാളും മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഇനി കേസ് അന്വേഷിക്കുക, അവരുടെ മൊഴിയെടുക്കുക, സാക്ഷികളുടെ മൊഴിയെടുക്കുക എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള നടപടിയിലേക്ക് മുൻപോട്ട് പോകാൻ കഴിയും. അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നു എന്നതുകൊണ്ട് ആ ഒഫൻസിന് ഗ്രാവിറ്റി കുറയുന്നില്ല. അത് വളരെ അഭിലാഷ്, ബംഗാളി നടി പരാതിപ്പെട്ടിരിക്കുന്നത് തന്നെ സിനിമയുടെ ചർച്ചയ്ക്കെന്ന വണ്ണം ഹോട്ടലിൽ നിന്നും കടവന്ത്രയിലെ ഒരു ഫ്ലാറ്റിലേക്ക് കൊണ്ടുവന്ന് ആ ഫ്ലാറ്റിൽ വന്ന് സംസാരിച്ചിരിക്കവേ തൻ്റെ കൈവിരലിലും വളയിൽ പിടിക്കുകയും പിന്നീട് കഴുത്തിൽ പിടിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. ആ സമയത്ത് സിനിമയുടെ ചർച്ചയിലെന്ന് ബോധ്യപ്പെട്ട് താൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അതിനുശേഷം അവരവിടെ നിന്ന് മടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ പരാതിക്കാരി സമർപ്പിച്ചിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. അപ്പോൾ അത് എത്രമാത്രം ഗ്രേവായിട്ടുള്ളൊരു കുറ്റകൃത്യമായിട്ടാണ് 2009 354 പ്രകാരം വിലയിരുത്തുക? കാരണം ഇപ്പോൾ മാറി. ഗ്രേവ് തന്നെയാണല്ലോ. ഹാൻഡ് ഷേക്ക് കൊടുക്കാൻ വേണ്ടി കൈകൾ സ്പർശിക്കുന്നത് പോലെയല്ല മറ്റ് ശരീരഭാഗങ്ങളിലേക്കും സാധാരണ അങ്ങനെ ഒരു ഹാൻഡ് ഷേക്കിന്റെ ഭാഗമായിട്ട് സ്പർശിക്കുന്ന ഭാഗങ്ങളിലൊന്നും അല്ലല്ലോ ഈ കൈകൾ കടന്നു കയറിയിരിക്കുന്നത്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് പാവനമായ ക്ഷേത്രമാണ് അവരുടെ ശരീരം എന്നുള്ളതാണ്. അവിടെ ആരാധനാലയത്തിന്റെ പേരല്ല, എത്രത്തോളം പാവനതയുള്ളതാണെന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ, സ്ത്രീയുടെ സമ്മതമില്ലാതെ അവരുടെ ശരീരത്തിൽ ഏത് ഭാഗത്തേക്ക് കടന്നു കയറിയാലും, അതിപ്പം അസോൾട്ട് എന്ന് പറയുമ്പോൾ അത് ആക്രമിക്കണമെന്നില്ല, അനുമതിയില്ലാതെ കരസ്പർശം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സെക്ഷൽ അസോൾട്ടാണ്. KPS ഗില്ല് രൂപൻ ബജാജിന്റെ ശരീരത്തിന്റെ പിൻഭാഗത്ത് തട്ടിയതിന്റെ കൺവിക്ഷൻ, ആ കേസ് എടുക്കാൻ സുപ്രീം കോടതിയാണ് പറഞ്ഞത്. അങ്ങനെ എടുത്ത് കൺവിക്ട് ചെയ്ത കൺവിക്ഷന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ് 2005 അപ്ഹോൾഡ് ചെയ്തത്. അപ്പൊ ഇത് വളരെ ഗൗരവകരമായിട്ട് നിയമവ്യവസ്ഥ കാണേണ്ടതായിട്ടുള്ള ഒരു ഒഫൻസ് ആണ് എന്നുള്ളത് പകല് പോലെ വ്യക്തമാണ്. പിന്നെ അദ്ദേഹം ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വിചാരണയിലൂടെ തെളിയേണ്ടതായിട്ടുള്ളതാണ്. നിയമപരമായിട്ടുള്ള ലൂപ്പ് ഹോൾസും പരിമിതികളും ഒക്കെ ഉണ്ടായിരിക്കാം. ഇത്ര പണ്ട് നടന്ന ഒരു ഒഫൻസ് ആയിട്ട് നമുക്ക് കോടതിയുടെ മുൻപിൽ ചിത്രീകരിക്കാൻ കഴിയുന്നത് കൊണ്ട്. പക്ഷേ ശിക്ഷ കിട്ടുന്നതിന്റെ തീർച്ചയുടെ അടിസ്ഥാനത്തിലല്ല ഒരു നിയമവ്യവസ്ഥ കേസെടുക്കേണ്ടത്. സ്ത്രീക്കെതിരെ ഒരു അക്രമം വരുമ്പോൾ അതൊക്കെ വഴിയെ കോടതികൾ തീരുമാനിക്കട്ടെ. FIR രജിസ്റ്റർ ചെയ്യുവാൻ നിയമവ്യവസ്ഥയുണ്ട്. ഒഫൻസ് പ്രൈമാ ഫേസി അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായിട്ട് മുൻപോട്ട് പോകട്ടെ. ഡോക്ടർ ശ്രീ MR അഭിലാഷ്, ഒരു ചോദ്യം കൂടി. ഇപ്പോൾ 25-ാം തീയതിയാണ് ഈ കംപ്ലയിൻറ്റ് ഡേറ്റ് ഇട്ടിരിക്കുന്നത്. ഇത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, എറണാകുളം ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിലെ 3 അഭിഭാഷകരാണ്
ഒരു പിന്നെ പരാതി ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസറിന് SHOയ്ക്ക് നൽകിയിരിക്കുന്നത്. ഇന്നലത്തെ ഡേറ്റിലാണ് ഈ പരാതി വന്നിരിക്കുന്നത്. 3 സുപ്രീം കോടതി അഭിഭാഷകരാണ് അതിൻ്റെ പരാതിക്കാർ. അക്യൂസ്ഡ് പേഴ്സണിൽ AMMA ആണ്. അതിനകത്ത് അവർ പറയുന്നത് ഈ BNSSൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ക്രിമിനൽ കംപ്ലയിൻ്റ് ആണ് അവർ കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല സെക്ഷനുകൾ അവർ പറയുന്നുണ്ട്. ഓർഗനൈസ്ഡ് ക്രൈം നടന്നിരിക്കുന്നു, സെക്ഷൽ ഹരാസ്മെൻറ്റ് നടന്നിരിക്കുന്നു, വലിയ കോൺസ്പിറസി, ക്രിമിനൽ കോൺസ്പിറസി നടന്നിരിക്കുന്നു. അതിൻ്റെയൊക്കെ സെക്ഷനുകൾ സെക്ഷൻ 61, സെക്ഷൻ 75 ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ പേരിൽ ഈ ഹേമ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് FIR രജിസ്റ്റർ ചെയ്ത് കേസ് എടുക്കണമെന്നാണ് ഈ SHOയ്ക്ക് കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്ത് നടന്ന വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന അന്വേഷണങ്ങളാണ്. ഇപ്പോൾ ഇത് ഇങ്ങനൊരു പരാതി പോയിരിക്കുന്നു, ഇതിൻ്റെ ഒരു ലോക്കൽ സ്റ്റാൻഡ് എത്രയാണ്? ഗൗരവകരമായിട്ടുള്ള ഒഫൻസസ് ആണ്, ഒഫൻസസ് ആയിരിക്കാം ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടാകുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് 354 പ്രകാരമുള്ള ഒഫൻസാണ് നടന്നിരിക്കുന്നതെന്നാണ് പരാമർശിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ശരിയല്ലെങ്കിൽ തിരുത്താൻ കഴിയും. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷിച്ച കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡ് അസച്ച് ഓപ്പറേഷണൽ ആയിരിക്കുന്ന കാലമാണ് എന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരമായിട്ടുള്ള ഒഫൻസസ്, ഇപ്പം റേപ്പ് ആണെങ്കിൽ 376, മോളസ്റ്റേഷൻ ആണെങ്കിൽ 354, അപ്പോൾ അത്തരത്തിലുള്ള ഒഫൻസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടത്. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ 21(1) ഉപവകുപ്പ് പ്രകാരം ഉപവകുപ്പ് പ്രകാരം റിട്രോസ്പെക്റ്റീവ് ക്രിമിനൽ ലെജിസ്ലേഷൻ സാധ്യമല്ല. അപ്പം ആ ഒഫൻസ് നടക്കുന്ന കാലഘട്ടത്തിൽ നിലവിലിടുന്ന നിയമപ്രകാരം മാത്രമേ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പം ഇപ്പൊ ഇതിന്റെ റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിലായതുകൊണ്ട് അതിനകത്ത് എന്തൊക്കെയാണ് ഒഫൻസ് നടന്നിരിക്കുന്നതെന്ന് മൊഴികളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായി പരിശോധിച്ച് സർക്കാരിനൊരു തീരുമാനം എടുക്കാനല്ലേ പോലീസ് വഴി അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യുവാനുള്ള നടപടിക്രമങ്ങളുമായി മുൻപോട്ട് പോകുവാൻ കഴിയുന്നതാണ്. ഈ അഭിഭാഷകർ കൊടുത്തിട്ടുള്ളത് ഒരു പൊതു താല്പര്യ വിഷയമായിരിക്കുന്നതിനാൽ ഒരു ക്രിമിനൽ നിയമ സംവിധാനം മോഷനിലേക്ക് അതിന്റെ ചലനത്തിലേക്ക് നയിക്കുവാൻ പ്രാപ്തിയിട്ടുള്ള ഒഫൻസസ് ആണ് ആ പരാതിയിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളതെങ്കിൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേപ്പറുകളിൽ അങ്ങനെയുള്ള ഒഫൻസസ് പ്രകടമാണ് എന്നുണ്ടെങ്കിൽ ഇതൊരു ഇൻഫർമേഷനായി റെക്കോർഡ് ചെയ്ത് നിയമ നടപടികളുമായിട്ട് മുൻപോട്ട് പോകുവാൻ, IPC പ്രകാരമായിട്ടുള്ള ഒഫൻസസുമായിട്ട് മുൻപോട്ട് പോകുവാൻ നിയമ സംവിധാനത്തിന് ബാധ്യതയുണ്ട്. കാരണം ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യുക, ആരാണ് ഇപ്പം നമുക്ക് എറണാകുളത്ത് ഒരു പെൺകുട്ടിയെ രാത്രിയിൽ ആരൊക്കെയോ മർദ്ദിക്കുന്നതിന്റെ CCTV വിഷ്വൽ വെളിയിൽ വന്നതിന് ശേഷം ആ വിഷ്വലിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തില്ലേ? പെൺകുട്ടിക്ക് പരാതിയില്ല എന്ന് അവർ പറഞ്ഞിട്ട് കൂടിയും പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ അവർ റിസീവ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ്. എവിടെയെങ്കിലും ഒരാൾ മരണപ്പെട്ട് കിടക്കുന്നു എന്നൊരു വാർത്ത കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മരണപ്പെട്ടയാളോ അവരുടെ ബന്ധുവോ ഒന്ന് കംപ്ലൈന്റ് കൊടുത്താലല്ല കേസെടുക്കുന്നത്. മർഡർ നടന്നു എന്ന്, കൊലപാതകം നടന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് പോലീസ് പെട്ടെന്ന് എടുത്ത് നടപടിക്രമങ്ങളുമായി മുൻപോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രത്യേകിച്ചും സ്ത്രീക്കെതിരെ അക്രമം ഉണ്ടാകുക, ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ, വനിതകൾക്കെതിരെ അക്രമം ഉണ്ടാകുക, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു സെൻസിറ്റീവായിട്ടുള്ള ഒരു ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി ഉള്ള ഒരു സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഒരു അമാന്തവും നടപടിക്രമങ്ങളുമായി മുൻപോട്ട് പോകുന്നതിൽ കാണിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ നിയമബോധ്യം. താങ്ക് യു MR അഭിലാഷ് പ്രതികരിച്ചതിന്.